ട്രോളാൻ നമുക്കും ഒരു അവസരം തരുമോ എന്ന് മറ്റൊരു അരുൺ ചോദിക്കുന്നു. അതിനെന്താ, നിങ്ങൾ ട്രോളിക്കോളൂ. നിങ്ങളുടെ ട്രോളുകൾ, നിങ്ങളുടെ പരിഹാസം, വിമർശനം, അതൊക്കെയാണ് നമ്മളാക്കുന്നത്, അല്ലേ സാർ? പിന്നെന്താ? അപ്പൊ നമുക്ക് ട്രോളിനോടൊന്നും ഒരു വിമുഖതയുമില്ല. മാഡത്തിനുണ്ടോ? എന്താ മാഡത്തിന് ട്രോൾ ഇഷ്ടമല്ലേ? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. അത് ആരെ കുറിച്ചാണ്? ഞാനല്ലാതെ മറ്റാരും സുഹൃത്തുക്കളെ, അത് ഞാൻ ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു. അപ്പോൾ അതാ നമ്മുടെ അടുത്ത ആൾ ചോദിക്കുന്നു, ഈ നമ്പറിലേക്ക് വിളിക്കരുത് കേട്ടോ, ഫോൺ എടുക്കാനൊന്നും പറ്റൂല. വാട്സാപ്പ് നമ്പർ കാണിച്ചപ്പോൾ അതിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കാൻ പാടില്ല, മെസ്സേജ് മാത്രം. അപ്പോൾ അതാ സജു എസ് നായർ പറയുന്നു, ഉണ്ണി ബാലകൃഷ്ണൻ നമ്പർ ഒന്നും വരും. തരില്ല. ഉണ്ണി സാർ പറഞ്ഞിട്ടുണ്ട് നമ്പർ ആർക്കും കൊടുക്കരുതെന്ന്. ഉണ്ണി സാർ ഭയങ്കര ടെൻഷനിലാണ്. ഇപ്പോൾ വരും, നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഉണ്ണി സാറിനോട് സംസാരിക്കാം. അതോടൊപ്പം ഇതിൽ മെസ്സേജ് വായിക്കാം. അപ്പോൾ നമ്മുടെ കുറേ പ്രേക്ഷകരുടെ തുരുതുരാ സന്ദേശങ്ങൾ വരുവാണ്. ഒരെണ്ണം വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കോളും വരുവാണ്. അരുൺ സാർ ഇല്ലേ? അരുൺ സാർ വരും. അരുൺ സാറിന്റെ ഫാൻസ് റിപ്പോർട്ടർ TV 2 മില്യൺ ലീഡ് ചെയ്യണം എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. നടക്കില്ലേ സാർ? 2 മില്യൺ ഉറപ്പ്. നമുക്ക് ആദ്യം തന്നെ എല്ലാ വിവരങ്ങളും നമ്മൾ കൊടുക്കാണല്ലോ. സ്ട്രോങ് റൂമുകൾ ഇപ്പോൾ തുറന്നു തുടങ്ങി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകൾ തുറന്നു തുടങ്ങി എന്നുള്ള വിവരം വരുന്നുണ്ട്. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത്. 6:05 ആയപ്പോഴേക്കും സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു. കാനഡയിൽ നിന്ന് ഡിബി കുര്യാക്കോസ് പറയുന്നു 3 സീറ്റ് BJPക്ക് കിട്ടുമെന്ന്. കാനഡയിൽ നിന്നാണ്. അല്ല, സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കാമല്ലോ, അനന്താ തെറ്റ്. ഉണ്ണി സാറിനെ ഒന്ന് വിളിക്കണം, റിസൾട്ട് വന്നിട്ട്. അരുൺ ജെ നായർ. ലോകമെങ്ങുമുള്ള BJP അനുഭാവികൾ രാവിലെ തന്നെ നന്നായി മെസ്സേജ് അയക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതീക്ഷ ലോകം മുഴുവൻ BJP ആയി മാറുന്നതിന് നമുക്ക് BJPയുടെ കയ്യിലാണ് ഏറ്റവും നല്ല രീതിയിൽ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്നത്. 10,000-കണക്കിന് ആളുകളെയാണ് BJP ദേശീയ തലത്തിൽ വിന്യസിച്ചിട്ടുള്ളത്, വിവിധ സംസ്ഥാനങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത്. ശ്യാംലാൽ ചോദിക്കുന്നു, ഇന്ന് തൊട്ട് ഇന്ത്യ ഉണ്ടോ അംബാനെന്ന്? പിന്നെ ഇന്ത്യയൊക്കെ ഉണ്ട്. ഇന്ത്യ നമ്മുടെ പ്രതീക്ഷ കൂടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഭരണ സംവിധാനത്തെ ശക്തമായി വിമർശിക്കുകയും ആ ഭരണ സംവിധാനത്തെ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിൽ ഇന്ത്യ മുന്നണി വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് അതിൻ്റെതായ സ്റ്റേക്ക് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇന്ത്യ മുന്നണി എന്ന ആശയം ആ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്തെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിൽ അവർക്ക് അങ്ങോട്ട് ഒരുമിച്ച് ജെല്ലാവാൻ ഒരു തടസ്സമുള്ളതുപോലെ, പ്രത്യേകിച്ച് മമതയെ പോലുള്ള വളരെ കൃത്യമായിട്ട് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വേറെ പൊളിറ്റിക്സ് ഉണ്ട് സ്മൃതി. മമതാ ബാനർജിയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ BJPക്കെതിരായ പൊളിറ്റിക്സ് ഒന്നുമല്ല. അവിടെയുള്ള 30% വരുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് എൻ ബ്ലോക്ക് കിട്ടാൻ വേണ്ടി ഒരു BJP വിരുദ്ധത പ്രകടിപ്പിക്കുന്നു എന്നേ